മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 22 വചനം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, എന്നാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ബൈബിളിലെ ഏറ്റവും പ്രധാനമായ ഒരു ആത്മീക ചിന്തയാണ്, ആത്മീക വിഷയമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാൻ പ്രസംഗങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ 3 പ്രാധാന്യത പറയാറുണ്ട്. 1 പ്രാർത്ഥിക്കുക, 2 വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, 3 ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 3നും 3 ലെവലിലുള്ള വിടുതലുകളുണ്ട്. ചിലർ വളരെ പ്രാർത്ഥിക്കുന്നവരാണ്, എന്നിട്ട് ധാരാളം അവിശ്വാസങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർ വലിയ പ്രാർത്ഥനക്കാരല്ല, പക്ഷേ അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിനെ ചില വിഷയങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക, അതിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. മറുപടി ഇനി ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് വചനം കേൾക്കുന്നതെങ്കിൽ ദൈവം നിന്നോട് പറയുക, ആദ്യം വിശ്വസിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. ഹന്ന എന്ന് പറയുന്ന ഒരാള് ദൈവാലയത്തിലേക്ക് അവൾ വിശ്വാസത്തോടെ വരിക. അവിടെ വീട് അവൾക്ക് പ്രതികൂലം, പ്രാർത്ഥിക്കാൻ വന്ന പള്ളി അവൾക്ക് പ്രതികൂലം. വീട് പ്രതികൂലമായിട്ടും പള്ളി പ്രതികൂലമായിട്ടും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അവൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൾ പ്രാർത്ഥനയുടെ നടുവിൽ അവൾക്ക് മനസ്സിലായി, അവിടെ വിഷയത്തിന് മറുപടി ദൈവം തന്നു കഴിഞ്ഞു. അവിടെ വായിക്കുന്നു, പിന്നെ അവളുടെ മുഖം വാടിയില്ല. മറുപടി കിട്ടിയില്ല, മറുപടി വന്നു എന്ന് ഉള്ളതിനുള്ള അടയാളങ്ങൾ കിട്ടിയില്ല, പക്ഷേ അവൾ വിശ്വാസത്താൽ കണ്ടു അവൾക്ക് മറുപടി ആയത്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ സ്ഥിതി മാറും. ആദ്യം വിശ്വസിക്കുക, വിശ്വാസത്തിന്റെ വാക്ക് പറയുക, പിന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, ആദ്യം വിശ്വസിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും, ആദ്യം വിശ്വസിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. നമുക്ക് വിശ്വാസത്തോടെ ആ കരകളൊക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ആഴമേറിയ ദൈവവിശ്വാസം കൊടുക്കണം. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, നീ ഒരു അത്ഭുതം കാണും. ഗോഡ് ബ്ലസ് യു.